90 സീറ്റുകൾ വീതമുള്ള ഹരിയാനയിലെയും ജമ്മു കാശ്മീരിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിനു വേണ്ടി രാജ്യം ശ്രദ്ധാപൂർവം കാത്തിരിക്കുന്നു. 8 മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ വിജയം ഹരിയാനയിൽ പ്രവചിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീരിലും മുന്നേറ്റം ഇന്ത്യ സഖ്യത്തിന് മുന്നിൽ സാധ്യതകൾ തുറക്കുന്നുണ്ട് എന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന. അതേസമയം തന്നെ നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു തൂക്ക് സഭയുടെ സാധ്യത ജമ്മു കാശ്മീരിന് മേലുണ്ട്. 2014 അവസാനമായി ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. അതിനുശേഷം ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല ജമ്മു കാശ്മീരിൽ. ഹരിയാനയെ സംബന്ധിച്ച് 2 വട്ടവും BJP അധികാരത്തിലിരുന്ന ഹരിയാനയിൽ ഇതൊരു ഹാട്രിക്കിനുള്ള സാധ്യത BJPക്ക് കുറവാണ് എന്നതാണ് ഹരിയാനയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമ്മളോട് പറയുന്നത്. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ ഏത് തരത്തിലായിരിക്കും ഫലസൂചനകൾ ആദ്യ നിമിഷങ്ങളിൽ വരിക എന്നുള്ളതാണ്. എല്ലാ തവണത്തെയും പോലെ പ്രേക്ഷകരും 24ഉം ഒരുമിച്ചുള്ള യാത്രയായിരിക്കും ഈ വിധി ദിനത്തിലും നമ്മൾ നടത്തുക. ഇവിടെ സ്ക്രീനിൽ, ഞങ്ങളുടെ മാജിക് സ്ക്രീനിൽ നിങ്ങൾക്ക് മുഴുവൻ വിവരങ്ങളും കാണാൻ കഴിയും. എല്ലാ തവണയും തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ സ്വാഭാവികമായും പ്രേക്ഷകരുടെ അകമഴിഞ്ഞ പിന്തുണ 24ന് ലഭിക്കാറുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം വിവരങ്ങൾ വ്യക്തതയോടുകൂടി കൃത്യതയോടുകൂടി അതിവേഗത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ്. 7 മണിയോടുകൂടി SKN കൂടി ഈ ടീമിന്റെ ഭാഗമാകും. നിങ്ങൾക്ക് ആ മാജിക് സ്ക്രീനിൽ കാണാം ഹരിയാനയിലെ 90 നിയമസഭാ സീറ്റുകളിൽ ആരൊക്കെയാണ് ലീഡ് ഉയർത്താൻ പോകുന്നത്, ആരാണ് ഒടുവിൽ വിജയത്തിലേക്ക് എത്താൻ പോകുന്നത് എന്നതിന്റെ കൃത്യമായ കണക്കുകൾ നിങ്ങൾക്ക് സ്ക്രീനിന്റെ മുകൾ ഭാഗത്ത് കാണാൻ കഴിയും. തൊട്ട് താഴെ തന്നെ ജമ്മു കാശ്മീരിലെ 90 നിയമസഭാ സീറ്റുകളിലെ ചലനങ്ങൾ ഏത് തരത്തിലായിരിക്കും എന്നും വളരെ വേഗം നിങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാം. നടുക്കുള്ള ഭാഗങ്ങളിൽ നിങ്ങൾക്ക് എന്ത് രാഷ്ട്രീയ ചലനമാണ്, സാധ്യതകൾ എങ്ങോട്ടാണ് വിരൽ ചൂണ്ടുന്നത്, ഏത് തരത്തിലുള്ള ഏത് ദിശയിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യൻ രാഷ്ട്രീയത്തെ കൊണ്ടുപോകുന്നത് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് എന്തൊക്കെയാണ് പൊളിറ്റിക്കൽ ടേക്സ് നമുക്ക് അതിനകത്ത് എടുക്കാനുള്ളത് എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ സമ്പൂർണ്ണമായ വിവരം ഈ 2 നിയമസഭാ മണ്ഡലങ്ങളിലെ ഈ 2 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമ്പൂർണ്ണമായ ഫലം പ്രേക്ഷകർക്ക് 24ൽ നിന്ന് കൃത്യതയോടുകൂടി മനസ്സിലാക്കാൻ കഴിയും. ഇനി നമ്മൾ കടക്കുകയാണ് ഓരോ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിലേക്ക്. വിജയകുമാർ, അത് നമുക്ക് ഹരിയാനയിലേക്ക് വരാം. ഹരിയാനയിൽ ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, നമുക്കറിയാം ഗുസ്തി താരങ്ങളുടെ പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു, കർഷകരുടെ പ്രക്ഷോഭം ഒരു ഭാഗത്തുണ്ടായിരുന്നു. പിന്നെ BJPക്ക് മുന്നണിക്കകത്ത് NDAക്ക് അകത്തുള്ള ചില പടലപ്പിണക്കങ്ങൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് BJPക്ക് അവിടെ ഗ്രൗണ്ട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? കാരണം എക്സിറ്റ് പോൾ ഫലങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഗോപി, ഹരിയാനയുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ BJP അവിടുത്തെ ഒരു വലിയ രാഷ്ട്രീയ പാർട്ടി ആയിരുന്നില്ല. അവർക്ക് അധികാരം കിട്ടുന്ന ആ സമയത്താണ് ഒരുപക്ഷെ BJP അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടിയായി എമർജ് ചെയ്തു വരുന്നത്. പിന്നീട് തുടർച്ചയായി 2 ടൈം അവിടെ BJPയുടെ ഭരണമായിരുന്നു. മനോഹർലാൽ ഖട്ടാർ ഒരു ജാട്ടിതര മുഖ്യമന്ത്രിയെ BJP ഉയർത്തിക്കൊണ്ടുവരുന്നു. അതിൽ ജാട്ട് വിഭാഗത്തിന് അതൃപ്തി ഉണ്ടായിരുന്നു. രണ്ടാമത് ഭരണം കിട്ടിയപ്പോഴും ജാട്ട് പാർട്ടിയായ ജനനായക് ജനതാ പാർട്ടിയുടെ പിന്തുണയുടെ ഒരു ജാട്ടിതര മുഖ്യമന്ത്രി അവിടെ അധികാരത്തിൽ വരുന്നത് നമ്മൾ കണ്ടു. പക്ഷേ പിന്നീട് മനോഹർലാൽ ഖട്ടാറിൻ്റെ ഈ കർഷക പിന്തുണ നഷ്ടപ്പെടുന്നു. ജാട്ട് വിഭാഗം അദ്ദേഹത്തിനെതിരാകുന്നു. കർഷക പ്രക്ഷോഭത്തിൻ്റെ ഒരു എപ്പിസെൻ്ററായി ഹരിയാന മാറുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധത്തിന് ഡൽഹി വേദിയായപ്പോൾ അതിൻ്റെയും എപ്പിസെൻ്ററായി ഹരിയാന മാറി. അടിസ്ഥാനപരമായി ഈ 2 പ്രശ്നങ്ങളും ജാട്ട് വിഭാഗം ഉയർത്തിക്കൊണ്ടുവന്നതാണ്. അല്ലെങ്കിൽ ജാട്ട് വിഭാഗത്തിന് സ്വാധീനമുള്ള 2 സമരമുഖങ്ങളായിരുന്നു ഡൽഹിയിൽ തുറന്നത്. 2ൻ്റെയും കേന്ദ്രം അതിലൊന്ന് ഹരിയാനയായി മാറുന്നത് നമ്മൾ കണ്ടത്. സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആവുന്നതിന് തൊട്ടു മുമ്പ് അവിടെ ജനനായക് ജനതാ പാർട്ടി JJPയെ സർക്കാരിൽ നിന്ന് BJP തന്നെ ഒഴിവാക്കുന്ന ഒരു സർപ്രൈസ് മൂവ്മെൻറ്റ് അവർ നടത്തി. മനോഹർലാൽ ഖട്ടാറിനെ ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ച് ജയിച്ച് ഒരു കേന്ദ്രമന്ത്രിയാക്കി നരേന്ദ്രമോദി. പകരം നയാബിനെ, സൈനിയെ അവിടെ മുഖ്യമന്ത്രിയാക്കുന്നത് നമ്മൾ കണ്ടു. സംസ്ഥാന BJP അധ്യക്ഷനായിരുന്നു. ഏതാണ്ട് ഒരു 2 മാസക്കാലത്തോളം പുതിയ മുഖ്യമന്ത്രിയുടെ കീഴിൽ ഭരണം നടത്തിയ ശേഷമാണ് BJP യുടെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. തുടർച്ചയായ 2 ടൈം എന്ന് പറയുന്നത് സ്വാഭാവികമായും ഉണ്ടാകാൻ സാധ്യതയുള്ള ആൻറ്റി ഇൻകുംബൻസി അതവിടെ BJP നേരിടുന്നുണ്ട്. അതിന് പരിഹാരമായി ഈ മുഖമാറ്റം മാറിയില്ല എന്നതാണ് ഈ എക്സിറ്റ് പോളുകളൊക്കെ വ്യക്തമാക്കുന്നത്. പക്ഷേ അവിടെയുള്ള BJP പ്രതീക്ഷിക്കുന്ന ഒരു സാധ്യത, ഒരു രാഷ്ട്രീയ സാധ്യത, അവിടെ ജനനായക് ജനതാ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുന്നു, ഈ ആനർലഡ്ലി ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. പക്ഷേ ദേവിലാലിൻ്റെ പാരമ്പര്യമുള്ള 2 പാർട്ടികൾ ജാട്ട് വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യം, ഒരു ഇന്ത്യ സഖ്യം എന്ന നിലയിൽ അവിടെ
മത്സരം ഉണ്ടായില്ല എന്നതും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ നിലയിൽ ഈ മൂന്ന് പാർട്ടികൾ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. കോൺഗ്രസും BJPയും വേറെ വേറെ മത്സരിക്കുന്നു. അപ്പോൾ അവിടെ BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കുകയും അത് അനുകൂലമാവുകയും ചെയ്യും എന്നതായിരുന്നു BJP കരുതിയത്. അത് അങ്ങനെ അനുകൂലമായില്ല എന്നാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. ഒരു പക്ഷേ ഈ BJP ഒരു 30-35 സീറ്റിലേക്ക് എത്തുകയാണെങ്കിൽ അതിനർത്ഥം BJPയുടെ ഈ പറയുന്ന ഈ ഭിന്നിപ്പിക്കൽ ഈ പറയുന്ന ജാട്ട് വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ള BJPയുടെ സീറ്റ് പോലും BJPക്ക് 27-30 ഇടയ്ക്കാണ് ഇപ്പോൾ പ്രവചിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും അത് ഈ പറയുന്ന ജാട്ട് വോട്ടുകൾ ഭിന്നിച്ചത് കൊണ്ടാണ് അതിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ അതിലും താഴേക്ക് BJP പോകുമായിരുന്നു. ഹഷ്മി, ഈ ഹരിയാനയിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇപ്പോൾ സ്വാഭാവികമായി നമുക്കറിയാം 2014 ഒരു മോദി തരംഗത്തിന്റെ ഭാഗമായിട്ട്, ഒരു മോഡി വേവിന്റെ ഭാഗമായിട്ടാണ് ഹരിയാനയിൽ BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടുന്നത്. ഇപ്പൊ 46 സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. പക്ഷേ BJP ഇത്തവണ ഏറെക്കുറെ 25-30 ഇടയിൽ സീറ്റിലേക്ക് ഒതുങ്ങിപ്പോകുമെന്നും അവിടെ ഒരു 55 സീറ്റ് വരെ ഇന്ത്യ സഖ്യത്തിന്, കോൺഗ്രസിന് ഹരിയാനയിൽ മേൽക്കൈ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് കരുതപ്പെടുന്നത്. അതിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ്? ഉറപ്പായും ഈ പറഞ്ഞ 55 മുതൽ 60 സീറ്റ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ 60 സീറ്റുകൾ വരെ പ്രവചിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ ഇന്ത്യ സഖ്യത്തിന് സമഗ്രാധിപത്യം ഹരിയാനയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഡൽഹി പിടിക്കുന്നവർ ഇന്ദ്രപ്രസ്ഥം പിടിക്കുന്നു എന്ന് പറയും മട്ടിൽ ഏതാണ്ട് പറയുന്നത് ഡൽഹിയോട് ചേർന്ന് നിൽക്കുന്ന സംസ്ഥാനമായ ഹരിയാനയ്ക്കും ഏതാണ്ടൊക്കെ ബാധകമാണ്. ഹരിയാന ഭരിച്ചവർ ഡൽഹിയും ഭരിച്ച ചരിത്രം അവിടെയുണ്ട്. എന്തായാലും അവിടെ ഹരിയാനയിൽ BJP നേരിടുന്നത് സമാനതകളില്ലാത്ത വണ്ണം പലവിധ ഫാക്ടറികളുടെ ഒരു ആന്റി ഇൻകുംബൻസിയാണ്. സ്വാഭാവിക 10 വർഷം അടുപ്പിച്ച് ഭരിക്കുന്ന സർക്കാരുകൾക്ക് ഉണ്ടാകാവുന്ന ഭരണവിരുദ്ധ വികാരം അവിടെ BJPയെ ബാധിക്കുന്നു. അതോടൊപ്പം ജാട്ട് സമുദായത്തെ ഏതാണ്ട് പൂർണ്ണമായി തന്നെ അകറ്റി BJP എന്ന് ഉറപ്പായി തന്നെ പറയാം. അത് ഇപ്പോഴും കർഷക പ്രതിഷേധം അവിടെ ശംഭു അതിർത്തിയിൽ തുടരുന്നുണ്ട്. ഈ പറയുന്ന ഗുസ്തി താരങ്ങളെ തെരുവിലിട്ടഴിച്ച സർക്കാർ എന്ന ഒരു പെരുദോഷം അവർക്കുണ്ട്. ഈ പറയുന്ന ഈ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം, കർഷക പ്രതിഷേധം, ഇതെല്ലാം കൂടി ചേരുമ്പോഴേക്ക് മാത്രമല്ല തൊഴിലില്ലായ്മ നിരക്ക് ഹരിയാനയിൽ 9% ഗോപികൃഷ്ണ, ദേശീയ ശരാശരിയേക്കാൾ ഇരട്ടിയാണ് എന്ന് പറയപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ എല്ലാ അർത്ഥത്തിലും പിന്നെ അഗ്നിവീറിൻ്റെ പ്രതിഷേധം, അഗ്നിവീർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ യുവാക്കൾ സേനയിലേക്ക് പോകുന്ന സംസ്ഥാനങ്ങളിലൊന്ന് ഈ പറഞ്ഞ ഹരിയാനയാണ്. നമ്മൾ ഹരിയാനയിലേക്ക് പോകുമ്പോൾ അവിടെ 3 വീടുകളെടുത്താൽ അതിലൊരു വീട്ടിൽ ഒരു സൈനികനുണ്ട്. അത്തരത്തിൽ സൈനിക സേവനത്തെ ഉപജീവന മാർഗമായി അല്ലെങ്കിൽ സൈനിക സേവനത്തെ വീരന്മാരുടെ ജീവിതമാർഗമായി വളരെ വലിയ തോതിൽ കാണുന്ന ഹരിയാനയിൽ അഗ്നിവീർ പദ്ധതി സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഉള്ള ആ രീതി അപ്പാടെ മാറ്റിമറിച്ച് അഗ്നിവീർ കൊണ്ടുവന്ന് വലിയ പ്രതിഷേധമുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പരിപാടികളിലേക്ക് പോയാൽ അവിടെ വലിയ ജനക്കൂട്ടം ഉണ്ടാകുന്നത് കണ്ടു. ജനസങ്കല്പ യാത്ര എന്ന് പറഞ്ഞ് ഓരോ ജില്ലയിലേക്കും രാഹുൽ ഗാന്ധി എത്തിക്കാൻ അവിടെ കോൺഗ്രസിന് കഴിഞ്ഞു. രാഹുൽ ഗാന്ധി ആ യോഗങ്ങളിൽ എണ്ണി യുവാക്കളുടെ ഈ പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ പ്രശ്നങ്ങൾ, അവിടെ നേരിടുന്ന വികസന പ്രശ്നങ്ങളടക്കം എണ്ണി പറയുന്ന ആ യോഗങ്ങൾക്ക് വലിയ സ്വീകാര്യത കിട്ടുന്നു. മറിച്ച് BJPയിലേക്ക് വന്നാൽ അവിടെ നരേന്ദ്രമോദി ഏറ്റവും കുറഞ്ഞ റാലി നടത്തിയ അടുത്ത കാലത്തുള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഹരിയാനയിലാകും. ഏതാണ്ട് 4 റാലികളൊക്കെ മാത്രമാണ് അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തത്. അങ്ങനെ എല്ലാ തരത്തിലും എല്ലാ മേഖലയിൽ നിന്നും സർവ്വമുഖമായ മേഖലയിൽ നിന്നും ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരം BJP വേട്ടയാടുന്നു. ജാട്ട് വോട്ടുകൾ മാറിയപ്പോഴേക്കും ബ്രാഹ്മണ OBC ഈ സൈന്യ വോട്ടുകളൊക്കെ ചേർത്ത് പിടിക്കാം എന്ന BJPയുടെ സ്വപ്നങ്ങൾ അതും പൂവടിയാത്ത കാഴ്ച നമ്മളവിടെ കണ്ടു. INLD ആവട്ടെ JJP ആവട്ടെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായി നോക്കുകയാണ് JJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അവസ്ഥ എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ JJP അവിടെ എമർജ് ചെയ്യുമ്പോൾ ഞാൻ അവിടെ ആ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്ത ആളാണ്. JJP വലിയ പ്രതീക്ഷയോടെ കണ്ടു ഹരിയാനക്കാർ. അത് പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയ്ക്കാണ്. BJPക്കെതിരെ ശക്തമായ ആരോപണമായി രംഗത്ത് വന്ന JJP അധികാരത്തിലേക്ക് എത്തുമ്പോഴേക്കും BJPയുമായി ചേരുന്നത് അത് അവിടെ വലിയ വിയോജിപ്പുണ്ടാക്കി. JJPയുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്ന ഇലക്ഷൻ കൂടിയാണിത്. ഗോപി, ശരി, ഇനിയിപ്പോൾ നമുക്ക് സംസ്ഥാനങ്ങളിൽ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്ന ഈ 2 സംസ്ഥാനങ്ങളിലെയും ഗ്രൗണ്ട് റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് പോകാം. നിതിൻ അംബുജൻ നമ്മളോടൊപ്പം ചേരുന്നു ഹരിയാനയിൽ നിന്ന്. ജമ്മു കാശ്മീരിൽ നിന്ന് ബൽറാം നെടുങ്കാടി അല്പസമയത്തിനകം നമ്മളോടൊപ്പം ഉണ്ടാകും. ഡൽഹിയിലെ രാഷ്ട്രീയ ചലനങ്ങൾ എത്രത്തോളം ആകാംക്ഷാപൂർവ്വമാണ് ഡൽഹി, ഇന്ദ്രപ്രസ്ഥം, ഈ 2 സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്? അതിന്റെ വിശദാംശങ്ങളുമായി വിനീത VG ഡൽഹിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരും. ഞാൻ ആദ്യം പോകുന്നത് നിതിൻ അംബുജനിലേക്കാണ്. നിതിൻ, ഹരിയാനയിൽ ഇരു മുന്നണികളിലാണെങ്കിൽ പോലും സത്യത്തിൽ നേർക്കുനേർ BJPയും കോൺഗ്രസും ഏറ്റുമുട്ടുന്ന തെരഞ്ഞെടുപ്പ് എന്ന സവിശേഷത ഹരിയാനയെ സംബന്ധിച്ചുണ്ട്. BJP നോക്കുന്നത് ഒരു ഹാട്രിക് വിജയ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഹിമാചലിന് പുറമെ ഉത്തരേന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിലേക്ക് വിജയമുറപ്പിച്ച് അധികാരത്തിലെത്താൻ കഴിയുമോ എന്നുള്ളതാണ്. എന്താണ് എക്സിറ്റ് പോൾ ഫലങ്ങളുടെ പശ്ചാത്തലത്തിൽ, വെളിച്ചത്തിൽ ഏത് തരത്തിലുള്ള ഒരു ഗ്രൗണ്ട് സാഹചര്യങ്ങളാണ് ഇപ്പോൾ അവിടെ ഹരിയാനയിൽ ഉള്ളത്? നമുക്ക് വോട്ടെണ്ണൽ ആരംഭിക്കുക 8 മണിക്കാണല്ലോ. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായില്ലേ?
ഗോപി, ഗുഡ് മോർണിംഗ്. ഗോപി സൂചിപ്പിച്ച പോലെ തന്നെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഹരിയാനയിൽ BJP ഹാട്രിക് വിജയം നേടുമോ എന്നുള്ളതാണ്. കാരണം 2014 മോദി തരംഗത്തിൽ ഒപ്പം കൂടിയതാണ് ഹരിയാനയിൽ BJP. അന്ന് BJP 43 സീറ്റുകൾ നേടി. പിന്നീട് മറ്റു പാർട്ടികളെല്ലാം തന്നെ ഒപ്പം കൂട്ടി ഭരണം നേടുകയായിരുന്നു. അതിനുശേഷം 2019 സമാനമായ നിലയിൽ തന്നെ JJP ഒപ്പം നിർത്തി ഭരണം നേടുകയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം തീർത്തും വ്യത്യസ്തമാണ്. രാഷ്ട്രീയ സാഹചര്യം മാറിയിരിക്കുന്നു. ഹരിയാനയിൽ പല പൊളിറ്റിക്കൽ ട്വിസ്റ്റുകളും കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെ നമ്മൾ കണ്ടതാണ്. മനോഹർലാൽ ഖട്ടർ എന്ന ഹരിയാനയിലെ തുടർച്ചയായി 2 തവണ മുഖ്യമന്ത്രിയായ വ്യക്തിയെ പിന്നീട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ അവിടെ മുഖം മാറ്റി ഒരു പരീക്ഷണം നടത്തി. പക്ഷേ ആ പരീക്ഷണം എത്രത്തോളം വിജയകരമായി എന്നതിന്റെ എല്ലാം തന്നെ സൂചനകൾ ഇന്ന് രാവിലെ 8:30 നമുക്ക് ലഭ്യമാകും. കാരണം രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിച്ചാൽ 8:30 തന്നെ ആദ്യ ഫലസൂചനകൾ വരും. 10 മണിയോട് തന്നെ ഹരിയാനയുടെ ചിത്രം എങ്ങോട്ടേക്കാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരും. എന്തായാലും 90 നിയമസഭാ മണ്ഡലങ്ങളിൽ എണ്ണുമ്പോൾ BJPയും വലിയ പ്രതീക്ഷ തന്നെയാണ്. എക്സിറ്റ് പോൾ പ്രവചനം പൂർണ്ണമായും BJP തള്ളുന്നുണ്ട്. ജനവിധി തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് BJP ഉള്ളത്. കോൺഗ്രസിനുള്ളിലുള്ള ഗ്രൂപ്പിസവും എല്ലാം തന്നെ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയുണ്ട്. അതോടൊപ്പം തന്നെ മോദി സർക്കാർ പ്രധാനപ്പെട്ട ഘടകമായി തന്നെ BJP ചൂണ്ടിക്കാട്ടുന്ന ഒരു വിജയപ്രതീക്ഷ മോദി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളാണ്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഹരിയാനയിൽ ഇത്തവണ നരേന്ദ്രമോദി ഡൽഹിയിൽ നിന്ന് തൊട്ടടുത്ത സംസ്ഥാനമായിട്ടും ഹരിയാനയിൽ എത്ര തവണ നരേന്ദ്രമോദി ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുത്തുന്ന കാര്യത്തിലും വലിയ ചോദ്യങ്ങളെല്ലാം തന്നെ ഉയരുന്നുണ്ട്. കാരണം ആകെ 4 റാലികൾ മാത്രമാണ് ഹരിയാനയിൽ നരേന്ദ്രമോദി പങ്കെടുത്തത്. അത്രത്തോളം വിജയപ്രതീക്ഷ കോൺഗ്രസിന് ഉണ്ടെന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ കോൺഗ്രസ് ഇവിടെ കൃത്യമായ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം തന്നെ ഉപയോഗപ്പെടുത്തി അവിടെ അവരുടെ പരീക്ഷണമെല്ലാം തന്നെ ആരംഭിച്ചിരുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യം, വിനേഷ് ഫോഗട്ടിനെ സ്ഥാനാർത്ഥിയാക്കിയത് ഉൾപ്പെടെയെല്ലാം തന്നെ ആ ഒരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായി തന്നെ എന്ന് പറയാം. അതോടൊപ്പം കർഷക സമരം 2021 ആരംഭിച്ച കർഷക സമരത്തിന്റെ ഒരു ശ്രദ്ധാ കേന്ദ്രമായി മാറിയത് ഹരിയാനയിലെ ഗ്രാമങ്ങളായ ജിന്ദ്, കർണാൽ അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അലയടിച്ച കർഷക പ്രക്ഷോഭം ഇപ്പോഴും തുടരുന്നുണ്ട്. ശംഭു, സിംഗു, ഖനൌരി അടക്കമുള്ള അതിർത്തികളിൽ കേന്ദ്രീകരിച്ച് ഹരിയാനയിൽ സമരം തുടരുന്നത്. ഹരിയാനയിൽ ഗ്രാമങ്ങളിൽ അടക്കം തന്നെ കർഷകർക്ക് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വികാരം അവിടെയെല്ലാം തന്നെ പ്രകടമായിരുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരവും പ്രകടമായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് റോഹ്തക്കിലെ ഭൂപേന്ദർ ഹൂഡയുടെ വസതിക്ക് മുന്നിലാണ്. ഇന്നലെ മുതൽ തന്നെ ഇവിടെ നിരവധി പ്രവർത്തകരെല്ലാം തന്നെ ഇവിടെ ഭൂപേന്ദർ ഹൂഡയുടെ വസതിക്ക് മുന്നിൽ എത്തിയിരുന്നു. ഒരുപക്ഷെ കോൺഗ്രസ് തിരിച്ചു വരികയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന പേര് എന്തായാലും ഭൂപേന്ദർ സിംഗ് ഹൂഡയുടേതായിരിക്കും. കാരണം 2004 ഭൂപേന്ദർ സിംഗ് ഹൂഡയുടെ ജാട്ട് മുഖത്തെ പരീക്ഷിച്ചായിരുന്നു കോൺഗ്രസ് ഇവിടെ അധികാരത്തിലെത്തിയത്. സമാനമായ ഒരു ജാട്ട് മുഖം എന്ന നിലയിൽ തന്നെ ഈ ഒരു തവണയും ഭൂപേന്ദർ ഹൂഡയുടെ പേര് തന്നെ പരിഗണിക്കാനാണ് സാധ്യത. അതുമായി ബന്ധപ്പെട്ട് ചില ഒരു തർക്കങ്ങളടക്കം ഇതിനും തന്നെ ചില രൂപപ്പെട്ടെങ്കിൽ പോലും കോൺഗ്രസ് ഇപ്പോൾ കരുതുന്നത് 60 മുകളിൽ സീറ്റുകളിലേക്ക് പോകും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഗുസ്തി താരങ്ങളുടെ സമരം, കർഷക സമരം, അതോടൊപ്പം തന്നെ ജാട്ട് സമുദായങ്ങളെ ഒപ്പം നിർത്താൻ കഴിഞ്ഞു എന്നുള്ള ഒരു പ്രതീക്ഷ കോൺഗ്രസ് അടക്കം ഇതിനും തന്നെ ക്യാമ്പുകളിലുണ്ട്. ഏതാണ്ട് ജനസംഖ്യയുടെ 27% ജാട്ട് സമുദായമാണ്. ഏതാണ്ട് 40 മണ്ഡലങ്ങളെ എങ്കിലും ഈ ജാട്ട് സമുദായത്തിന് ഒരു വ്യക്തമായ നിർണായക ശക്തിയായി തന്നെ മാറാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ജാട്ട്, അതോടൊപ്പം OBC കൂടാതെ മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങളെല്ലാം തന്നെ ഒപ്പം നിർത്തി ഒരു ക്ലീൻ സ്വീപ്പാണ് പ്രധാനമായും കോൺഗ്രസ് എന്തായാലും ഇത്തവണത്തെ ഒരു പ്രധാനപ്പെട്ട സമുദായം ജാട്ട് വോട്ടുകൾ വിജയത്തെ നിർണ്ണയിക്കുന്ന ഹരിയാനയിൽ പഴയ ജാട്ട് ഫോർമുല വീണ്ടും പ്രയോഗിച്ചുകൊണ്ട് അധികാരത്തിൽ വരാനുള്ള ശ്രമമാണ് കോൺഗ്രസ് ഇക്കുറി നടത്തിയത്. അത് കോൺഗ്രസിന് അനുകൂലമായ ഒരു സാഹചര്യം ഹരിയാനയിൽ ഒരുക്കും എന്ന സൂചനകളാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ആ വിജയപ്രതീക്ഷയിൽ കോൺഗ്രസ് ക്യാമ്പുകൾ നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു അട്ടിമറി സാധ്യതയുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ഈ പ്രവചനങ്ങളൊക്കെ തെറ്റിച്ചുകൊണ്ട് ഒരു 3ാം വട്ടവും അധികാരത്തിൽ വരാനുള്ള സാഹചര്യം ഉണ്ടോ എന്നതിലേക്ക് ആകാംക്ഷയോടുകൂടി കണ്ണും നട്ടിരിക്കുകയായിരിക്കും BJP കേന്ദ്രങ്ങൾ. ഹരിയാനയിൽ നിന്ന് നിതിൻ അംബുജനായിരുന്നു വിവരങ്ങൾ നൽകിയത്. നമുക്ക് ഡൽഹിയിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ, ഇന്നിപ്പോൾ രാജ്യം വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഈ 2 സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളോട് അവരോട് പുലർത്തുന്ന സമീപനം എന്താണ്? ഏത് തരത്തിലുള്ള ആലോചനകളിലേക്കാണ് ഈ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കടന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം.